നമസ്കാരം. ബോറിംഗ് പ്രാക്ടീസ്, കൗണ്ടർ ആൻഡ് സ്റ്റെപ്പ്, ഇന്റേണൽ റെസിസിംഗ് എന്നിവയെക്കുറിച്ചുള്ള സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യുവാനാകും. ഹോളുകൾ ചെയ്യുവാൻ ഒരു ടൂൾ ഉപയോഗിച്ച് ±0.2 മില്ലിമീറ്റർ ആക്യുറസിയിൽ ഒരു ഹോൾ ബോറിംഗ് ചെയ്യുവാൻ, സ്റ്റെപ്പ് ബോറിംഗ് ചെയ്യുവാൻ, ഇന്റേണൽ റെസസ് ചെയ്യുവാൻ, വെർനിയർ കാലിപ്പറിന്റെയും ഇൻസൈഡ് കാലിപ്പറിന്റെയും സഹായത്തോടെ ബോറും റീസസിങ്ങും അളക്കുവാൻ. ഈ എക്സർസൈസ് ചെയ്യുന്നതിനാവശ്യമായ ടൂളുകൾ ഇവയാണ്: ഔട്ട്സൈഡ് കാലിപ്പർ, ഇൻസൈഡ് കാലിപ്പർ, സ്റ്റീൽ റൂൾ, ചക്കി, ഫേസിംഗ് ടൂൾ, വ്യത്യസ്ത സൈസുകളിലുള്ള ഡ്രിൽ ബിറ്റുകൾ, വെർനിയർ കാലിപ്പർ, റേഡിയസ് ഗേജ്, റെസസ് ടൂൾ, ബോറിംഗ് ബാർ, R2, R3 ടൂൾ. ബോറിംഗ് ടൂൾ ഉപയോഗിച്ച് മുൻകൂട്ടി ഡ്രിൽ ചെയ്ത ഹോളുകളുടെ ഡയമീറ്റർ വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ബോറിംഗ്. ബോറിംഗ് ചെയ്ത ഹോളുകളിൽ ഒരു ആനുലാർ ചാനൽ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് റെസസിംഗ്. ഒരു ഹോൾ ഡ്രിൽ ചെയ്ത് ആവശ്യമുള്ള വലുപ്പത്തിലേക്ക് ബോൾ ഡ്രിൽ ചെയ്യുന്നതിനുള്ള ക്രമം ഇപ്പോൾ നമുക്ക് പഠിക്കാം. ഔട്ട്സൈഡ് കാലിപ്പറുകളും സ്റ്റീൽ റൂളും ഉപയോഗിച്ച് വർക്ക് പീസിന്റെ അളവുകൾ പരിശോധിക്കുക. ചക്കിന് പുറത്ത് 45 mm ഉള്ള ഒരു ചക്കി ഉപയോഗിച്ച് 4 ജോ ചക്കിൽ ജോബ് മൗണ്ട് ചെയ്യുക. വർക്ക് പീസിന്റെ ഒരു എൻഡിൽ ഫേസിംഗ് ഓപ്പറേഷൻ ചെയ്യുക. ഡയമീറ്റർ 45 മില്ലിമീറ്റർ ആയി കുറയ്ക്കുന്നതിന് സാധ്യമായ മാക്സിമം ലെങ്ത് വരെ ടേണിംഗ് ഓപ്പറേഷൻ ചെയ്യുക. ടെയിൽ സ്റ്റോക്കിൽ ചക്കിനൊപ്പം 10 mm പെല്ലറ്റ് ഡ്രിൽ ഹോൾഡ് ചെയ്യുക. ടെയിൽ സ്റ്റോക്ക് ഡ്രില്ലിങ്ങിനായി സൗകര്യപ്രദമായ സ്ഥാനത്തേക്ക് നീക്കുക. ബെഡിൽ ടെയിൽ സ്റ്റോക്ക് ലോക്ക് ചെയ്യുക. ലെയ്ത്ത് പ്രവർത്തിപ്പിച്ച് ഡ്രിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ അത് ചക്കിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ജോബിൽ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ചെയ്തു. അതിലൂടെ ഒരു ഹോൾ ലഭിക്കും. ഡ്രില്ലിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു കൂളന്റ് ഉപയോഗിക്കുക. ഡ്രിൽ സാവധാനം മുന്നോട്ട് കൊണ്ടുപോവുക. ഡ്രിൽ ചെയ്ത ഹോൾ 14 മില്ലിമീറ്ററായി വലുതാക്കുക. ടൂൾ പോസ്റ്റിൽ ബോറിംഗ് ടൂൾ മൗണ്ട് ചെയ്യുക. കട്ടിംഗ് ടൂളിന്റെ കട്ടിംഗ് എഡ്ജ് സെന്റർ ലൈൻ അല്പം മുകളിൽ സെറ്റ് ചെയ്യുക. കാരണം കട്ട് ചെയ്യുമ്പോൾ ടൂൾ താഴേക്ക് ആടുവാനുള്ള പ്രവണതയുണ്ട്. മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് കട്ടിംഗ് ടൂൾ ഹോളിന്റെ ഉള്ളിൽ സർഫേസിൽ സ്പർശിക്കുന്നതുവരെ ക്രോസ് സ്ലൈഡ് ഹാൻഡിലിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക. ജോബിന്റെ വലതുവശത്ത് 0.2 മില്ലിമീറ്റർ ആഴത്തിലും ഏകദേശം 8 മില്ലിമീറ്റർ നീളത്തിലും ഒരു ലൈറ്റ് ട്രയൽ കട്ടെടുക്കുക. മെഷീൻ സ്റ്റോപ്പ് ചെയ്ത് ഇൻസൈഡ് കാലിപ്പർ ഉപയോഗിച്ച് ഡയമീറ്റർ അളക്കുക. ഫിനിഷ് ചെയ്ത വിധത്തിൽ ബോർ സൈസ് ലഭിക്കുന്നതിനാവശ്യമായ ഡെപ്തിലേക്ക് കട്ടിംഗ് ടൂൾ സെറ്റ് ചെയ്യുക. ക്രോസ് സ്ലൈഡ് ഗ്രാജുവേറ്റ് കോളർ ഉപയോഗിക്കുക. ആവശ്യമുള്ള 15 മില്ലിമീറ്റർ ഡയാമീറ്റർ ബോറിംഗ് ഓപ്പറേഷൻ പൂർത്തിയാക്കി വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് അളക്കുക.
ജോബ് തിരിച്ചുവച്ച് റീഫിക്സ് ചെയ്യുക. മൊത്തം 45 മില്ലിമീറ്റർ നീളം ലഭിക്കുന്നതിനായി മറുവശത്തും ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. മുഴുവൻ ലെങ്തിലും 45 മില്ലിമീറ്റർ ഡയാമീറ്റർ ലഭിക്കുന്നതിന് ടേണിംഗ് ഓപ്പറേഷൻ ചെയ്യുക. സ്റ്റെപ്പ് ബോറിംഗും ഇന്റേണൽ റെസസിംഗും നടത്തുന്നതിനുള്ള ക്രമം ഇപ്പോൾ നമുക്ക് പഠിക്കാം. ടൂൾ പോസ്റ്റിൽ ബോറിംഗ് ടൂൾ മൗണ്ട് ചെയ്യുക. ഡ്രിൽ ചെയ്ത ഹോളിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഡയാമീറ്ററുള്ള ബോറിംഗ് ടൂൾ ഉപയോഗിക്കുക. mm ഡയാമീറ്ററുള്ള ഹോൾ ലഭിക്കുന്നതിന് ഫേസിംഗ് ചെയ്ത എൻഡിൽ നിന്ന് 33 മില്ലിമീറ്റർ നീളത്തിൽ ബോറിംഗ് ഓപ്പറേഷൻ നടത്തുക. ടൂൾ പോസ്റ്റിൽ R2 ബോറിംഗ് ബാർ മൗണ്ട് ചെയ്യുക. എൻഡ് ഫേസിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രൂവിന്റെ എഡ്ജിൽ നിന്ന് ഫേസിലേക്കുള്ള ദൂരം കണക്കാക്കുക. ടോപ്പ് സ്ലൈഡ് ഹാൻഡിൽ ഉപയോഗിച്ച് വർക്ക് പീസിന്റെ ഫേസിൽ ടൂൾ എഡ്ജ് സ്പർശിച്ച കോമ്പൗണ്ട് സ്ലൈഡ് ഗ്രാജുവേറ്റ് കോളർ 0 സെറ്റ് ചെയ്യുക. ക്രോസ് സ്ലൈഡ് ഹാൻഡിൽ തിരിക്കുക. അതുവഴി ടൂളിന്റെ മുൻഭാഗം ബോറിന്റെ വോൾ ക്ലിയർ ചെയ്യുന്നു. കാൽക്കുലേറ്റ് ചെയ്ത ഡിസ്റ്റൻസിലേക്ക് ടൂൾ സ്ഥാപിക്കുവാൻ ടോപ്പ് സ്ലൈഡ് ഹാൻഡിൽ ബോറിലേക്ക് തിരിക്കുക. ക്രോസ് ഫീഡ് ഗ്രാജുവേറ്റ് കോളർ ശ്രദ്ധിക്കുക. ടൂൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ക്രോസ് സ്ലൈഡ് ഹാൻഡിൽ വീൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തിരിക്കുക. ബോറിൽ സ്പർശിക്കുക. ബോറിൽ നിന്ന് ടൂൾ മെറ്റൽ നീക്കം ചെയ്യുന്നതിനായി ക്രോസ് സ്ലൈഡ് ഹാൻഡിൽ വീൽ അതേ ഡയറക്ഷനിൽ തിരിക്കുക. 4 mm വീതിയും 35 mm ഡയാമീറ്ററും 2 mm റേഡിയസുമുള്ള റെസസ് നിർമ്മിക്കുവാൻ സാഡിൽ ടെയിൽ സ്റ്റോക്കിലേക്ക് നീക്കിക്കൊണ്ട് ടൂൾ പിൻവലിക്കുക. ഒരു R3 റേഡിയസ് ടൂൾ ഉപയോഗിച്ച് സ്കെച്ച് അനുസരിച്ച് വർക്ക് പീസിന്റെ ഒരു എഡ്ജ് ടേണിംഗ് ചെയ്യുക. എല്ലാ ഷാർപ്പ് എഡ്ജുകളും ഡീബർ ചെയ്യുക. കാലിപ്പറുകളും മറ്റ് റേഡിയസ് ഗേജും ഉപയോഗിച്ച് അളവുകളും റേഡിയസും പരിശോധിക്കുക. സുരക്ഷാ മുൻകരുതലുകൾ. വലിപ്പവും പ്രവർത്തനങ്ങളും അനുസരിച്ച് ശരിയായ സ്പിൻഡിൽ സ്പീഡ് തിരഞ്ഞെടുക്കുക. ടൂളുകൾ ശരിയായ സെന്റർ ഹൈറ്റിലേക്ക് സെറ്റ് ചെയ്യുക. ഇരുപത് മില്ലിമീറ്റർ കൂടുതലുള്ള ഡ്രിൽ സൈസ് ഡ്രിൽ ചെയ്യുമ്പോൾ പെല്ലറ്റ് ഡ്രില്ലിൽ ഉപയോഗിക്കുക. ഡ്രില്ലിംഗ് ചെയ്യുന്ന സമയത്ത് ഡ്രിൽ സാവധാനം ഫീഡ് ചെയ്യുക. ഡ്രില്ലിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു കൂളന്റ് ഉപയോഗിക്കുക. ജൽപ്പനം കുറയ്ക്കുവാൻ ബോറിംഗ് ടൂൾ കഴിയുന്നത്ര ചെറുതാക്കി പിടിക്കുക. റീക്യാപ്പ് ചെയ്യാം. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ. ഹോളുകൾ ഡ്രിൽ ചെയ്യുവാൻ ഒരു ടൂൾ ഉപയോഗിച്ച് ±0.2 മില്ലിമീറ്റർ ആക്യുറസിയുള്ള ഒരു ഹോൾ ഡ്രിൽ ചെയ്യുവാൻ. സ്റ്റെപ്പ് ബോറിംഗ് ചെയ്യുവാൻ. ഇന്റേണൽ റെസസ് ചെയ്യുവാൻ. വെർനിയർ കാലിപ്പറിന്റെയും ഇൻസൈഡ് കാലിപ്പറിന്റെയും സഹായത്തോടെ ബോറും റെസസിങ്ങും അളക്കുവാൻ.
ബോറിംഗ് പ്രാക്ടീസ് പ്ലെയിൻ, കൗണ്ടർ ആൻഡ് സ്റ്റെപ്പ്, ഇൻറ്റേർണൽ റെസസിംഗ് എന്നിവയെക്കുറിച്ചാണ് നാം ഈ സെഷനിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അടുത്ത സെഷനിൽ കാണാം.